ഗുഡ് മോർണിംഗ് ക്ലാസ്. ഇപ്പം അനീമിയ എടുക്കാം നമുക്ക്. അനീമിയ എന്ന് പറയുമ്പം നിങ്ങളുടെ ഡയറ്റിലോട്ട് വേണ്ട ഇത് കാരണം ഫോർത്ത് സെമസ്റ്ററിലെ തിയറി പാർട്ടാണത്. തേർഡ് സെമസ്റ്ററിൻ്റെ അവിടെ നിൽക്കട്ടെ. നമുക്ക് ഡയറ്റിന് പറഞ്ഞിട്ടുള്ള 10 ഡിസീസസ് എടുത്തിട്ട് നമുക്കത് കംപ്ലീറ്റ് ചെയ്യാം. കാരണം എന്ന് വെച്ചാൽ നിങ്ങൾ വരുമ്പോഴേക്കും പ്രാക്ടിക്കൽസ് തുടങ്ങണമെങ്കിൽ അതിൻ്റെ പ്രിൻസിപ്പിളും അതൊക്കെ കിട്ടണമല്ലോ. പ്രിൻസിപ്പിൾ ഓഫ് ദി ഡയറ്റ് എന്ന് പറയുന്ന സംഭവങ്ങളൊക്കെ എഴുതണമല്ലോ. അത് എഴുതണമെങ്കിൽ അതിൻ്റെ ഒരു ബേസ് ഇട്ടുണ്ട്. അപ്പം അങ്ങനെ എന്താ പറയുന്നത്, അനീമിയനെ കുറിച്ചാണ് പറയുന്നത് കേട്ടോ ഈ ചാപ്റ്ററിൽ. അനീമിയ എന്ന് പറയുമ്പോൾ എന്താണ്? അനീമിയ ഇസ് എ കണ്ടീഷൻ വോർ ദ ബോഡി ഡസ് നോട്ട് ഹാവ് ഇനഫ് റെഡ് ബ്ലഡ് സെൽസ് ടു ക്യാരി ഇനഫ് ഓക്സിജൻ ടു വേരിയസ് ടിഷ്യൂസ് ആൻഡ് ഓർഗൻസ്. അപ്പോൾ എന്താ പറയുന്നത്, അനീമിയ എന്ന് പറയുന്നത് ഒരു കണ്ടീഷനാണ് ഇൻ വിച്ച് RBCൻ്റെ നമ്പർ ഇനഫ് അല്ലാന്ന്, റെഡ് ബ്ലഡ് സെൽസിൻ്റെ നമ്പർ ഇനഫ് അല്ലാണ്ടിരിക്കുക. അതുകൊണ്ട് തന്നെ എന്താണ്, ഓക്സിജൻ ക്യാരിയിങ് കപ്പാസിറ്റി ഇല്ലാതിരിക്കുക. അതാണെന്ന് പറയുന്നത് അനീമിയയിൽ നടക്കുന്നത്. അപ്പോൾ അത് മനസ്സിലായില്ലേ? അതായത് RBCൻ്റെ നമ്പർ കുറയുന്നു. അതായത് RBCൻ്റെ നമ്പർ എന്ന് പറയുന്നത് HBൻ്റെ കാര്യമാണ് പറയുന്നത് കേട്ടോ. ദ കണ്ടീഷൻ ഇൻ വിച്ച് ഹീമോഗ്ലോബിൻ കണ്ടൻറ്റ് ഓഫ് ബ്ലഡ്, അതായത് RBCൻ്റെ, നമ്മൾ ഇന്നലെ ക്ലാസ് എടുത്തപ്പോൾ പറഞ്ഞിരുന്നു, RBCൻ്റെ ഉള്ളിലുള്ള ആളാരായിരുന്നു? ഹീമോഗ്ലോബിൻ ആയിരുന്നു. അപ്പോൾ ഈ ഹീമോഗ്ലോബിൻ എന്ന് പറയുന്ന ആളുടെ അളവിൽ കുറഞ്ഞു പോവുക. നമ്മൾ അനീമിയ ചെക്ക് ചെയ്യുന്ന അങ്ങനെയല്ലേ, HB കണ്ടൻറ്റ് ചെക്ക് ചെയ്യല്ലേ ബ്ലഡിൽ. പിന്നെന്താണ് ഇതെന്ന് പറയുന്നത്, എന്താണ് ഡിസീസ് സിൻഡ്രോം ബൈ മാൽന്യൂട്രിഷൻ വഴിയാണ് എന്തുണ്ടാവുന്നത്, അനീമിയ ഉണ്ടാവുന്നത്. മാൽന്യൂട്രിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? മാൽന്യൂട്രിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് എക്സ്ട്രീംസ് ആണ് പറയുന്നത്. ഒന്ന് ഡെഫിഷ്യൻസി ഓഫ് ന്യൂട്രിയൻസ്, രണ്ടെന്ന് പറയുന്നത് എന്താണ്, എക്സ്ട്രീം ഇൻടേക്ക് ഓഫ് ന്യൂട്രിയൻസ്. അതായത് രണ്ട് കാര്യങ്ങളും. ഒബീസിറ്റി എന്ന് പറയുന്ന ഒരു കൈൻഡ് ഓഫ് മാൽന്യൂട്രിഷനാണ്. എന്നാൽ പ്രോട്ടീൻ എനർജി മാൽന്യൂട്രിഷൻ, ക്വാഷിയോക്കമനാസിസ് എന്ന് പറയുന്നത് എന്താണ്, വേറൊരു കൈൻഡ് ഓഫ് മാൽന്യൂട്രിഷനാണ്. അതായത് ഡെഫിഷ്യൻസി കൊണ്ടും എക്സസീവ്നെസ് കൊണ്ടും മാൽന്യൂട്രിഷൻ ഉണ്ടാവാം. ഇവിടെ എന്താ പറയുന്നത്, ഡെഫിഷ്യൻസി കൊണ്ടുണ്ടാവുന്ന ഒരു സിൻഡ്രോമാണ് ഇതെന്ന് പറയുന്നത്, അനീമിയ എന്ന് പറയുന്നത്. എന്തിൻ്റെ ഡെഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ ഹീമോഗ്ലോബിൻ കണ്ടൻറ്റ് കുറയുന്നു. അവിടെ എന്താ വരുന്നത്, ഡ്യൂ ടു ആസ് എ റിസൾട്ട് ഓഫ് ദി ഡെഫിഷ്യൻസി ഓഫ് വൺ ഓർ മോർ എസെൻഷ്യൽ ന്യൂട്രിയൻസ്. അപ്പോൾ എന്താണ്, ഒന്നോ അതിലധികമോ എസെൻഷ്യൽ ആയിട്ടുള്ള ചില ന്യൂട്രിയൻസ് ഉണ്ടാവും. അതിൻ്റെ ഡെഫിഷ്യൻസി ഉണ്ടാകുമ്പോഴാണ് എന്തെന്ന് പറയുന്നത്, HB ലെവൽ കുറയുന്നത്. അതിൽ മോസ്റ്റ് കോമൺ എന്തെന്ന് പറയുന്നത് IDA ആണ്. IDA എന്താണ്, അയൺ ഡെഫിഷ്യൻസി അനീമിയ. അതിനാണ് IDA എന്ന് പറയുന്നത്. IDA ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ ചോദിച്ചു കണ്ടിട്ടുണ്ട്. അയൺ ഡെഫിഷ്യൻസി അനീമിയ ആണ് IDA ആൻഡ് എക്സ്പാൻഷൻ. ഓക്കെ, അതിനെ മൈക്രോസൈറ്റിക് അനീമിയ എന്നുകൂടെ പറയുന്നുണ്ട്. പിന്നെന്ന് പറയുന്നത് എന്താണ്, ലെസ് കോമൺ ആയിട്ട് അല്ലെങ്കിൽ വളരെ കുറവായിട്ട് കാണുന്ന ഒരു കൈൻഡ് ഓഫ് അനീമിയാണ് വൈറ്റമിൻ B12. അതായത് മെഗലോബ്ലാസ്റ്റിക് അനീമിയ എന്ന് പറയുന്നത്, ഫോളിക് ആസിഡ്, അതായത് ഈ മെഗലോബ്ലാസ്റ്റിക് പെർനീഷ്യസ് എന്നൊക്കെ പറയുന്ന പേരുകളിലുള്ള ആൾക്കാർ, അത് വൈറ്റമിൻ B12ൻ്റെ കുറവ് കൊണ്ട്, ഫോളിക് ആസിഡിൻ്റെ കുറവുണ്ട്. പിന്നെ വേറൊരു കൈൻഡ് ഓഫ് അനീമിയ എന്തുള്ളത്, സിക്കിൾ സെൽ അനീമിയ ഉണ്ട് അല്ലേ. സിക്കിൾ സെൽ അനീമിയ എന്താ പറയുന്നത്, സെൽസ് RBCൻ്റെ ഷേപ്പ് വന്നിട്ട് സിക്കിളിൻ്റെ പോലെ ആവുന്നു അല്ലേ, ഒരു അരിവാളിൻ്റെ പോലെ ഷേപ്പിലോട്ട് മാറുന്നു. അങ്ങനെ പല ഡിഫറെൻറ്റ് കൈൻഡുകൾ ഓഫ് അനീമിയാസ് ഉണ്ട്. ഓക്കെ, പിന്നെ എന്താ പറയുക, ഇത് നമ്മുടെ WHO ഡെഫിനിഷൻ പറയുന്നതാണ് HB കോൺസെൻട്രേഷൻ 11 ഗ്രാം നെക്കാട്ടും കുറയുക, അതിനെയാണ് അനീമിയ എന്ന് പറയുന്നത്. CDC എന്ന് പറയുമ്പോൾ സെൻട്രൽ ഫോർ ഡിസീസ് കൺട്രോൾ ആൻഡ് പ്രിവെൻഷൻ എന്ന് പറയുന്ന ഓർഗനൈസേഷനാണ് CDC എന്ന് പറയുന്നത്. അവരുടെ ഡെഫിനിഷൻ പറയുകയാണെങ്കിൽ ഇത് പ്രഗ്നൻസിൻ്റെ കാര്യമാണ് പറയുന്നത്. 11 ഗ്രാമിനെക്കാട്ടും കുറവ് ഫസ്റ്റ് ആൻഡ് തേർഡ് സെമിസ്റ്ററിലും, ദെൻ 10.5 സെക്കൻഡ് ട്രൈമസ്റ്ററിലൊക്കെ വരുവാണെങ്കിൽ അതിന് അനീമിയ എന്ന് പറയുന്നു. പിന്നെ 10% ഡെവലപ്പിംഗ് കൺട്രീസിൽ വരുന്നത്. അത് ഓരോ ഓർഗനൈസേഷൻസ് അനുസരിച്ചിട്ട് വ്യത്യാസം വരുന്നുണ്ട്. 11 നോർമലി പറയുന്ന ഒരു ഇത്. ഇനി നമുക്ക് IDA പറയാം, അയൺ ഡെഫിഷ്യൻസി അനീമിയ. അതിൻ്റെയാണ് നമ്മുടെ ഡയറ്റ് പറയുന്നത്. അയൺ ഡെഫിഷ്യൻസി അനീമിയൻ്റെ പിക്ചർ കണ്ടില്ലേ, അതായത് നോർമലായിട്ടുള്ള ബ്ലഡിൻ്റെയും അനീമിക് ആയിട്ടുള്ള ബ്ലഡിൻ്റെയും വ്യത്യാസം കണ്ടോ, RBC സെൽസിൻ്റെ വ്യത്യാസം കണ്ടോ. ഒന്ന് പറയുന്നത് നല്ല റെഡ് ആയിട്ടിരിക്കുന്നത്, മറ്റേത് ഭയങ്കര പെയിൽ കളറാണ് അല്ലേ. പെയിൽ കളർ എന്താണ്, ഹീമോഗ്ലോബിൻ എന്ന് പറയുന്നത് കളർ കൊടുക്കുന്ന ആ പിഗ്മെൻ്റ് ആണല്ലോ. പക്ഷെ അതിന് ഒരുപാട് ഫങ്ഷൻസ് ഉണ്ടായിരുന്നു. അതിൻ്റെ കുറവ് വരാണ് എന്തിൽ, അയൺ ഡെഫിഷ്യൻസി അനീമിയയിൽ വരുന്നത്. ഓക്കെ, എന്താണ് ഇതെന്ന് പറയുന്നത് ഏറ്റവും കോമൺ ആയിട്ട് കാണുന്ന അല്ലെങ്കിൽ മോസ്റ്റ് ഫ്രീക്വൻ്റ് ആയിട്ട് കാണുന്ന ഒരു കൈൻഡ് ഓഫ് ഡെഫിഷ്യൻസിയാണ് അയൺ ഡെഫിഷ്യൻസി അനീമിയ എന്ന് പറയുന്നത്. ഇന്ത്യയിൽ നോക്കുകയാണെങ്കിൽ 50% ഓഫ് ആൾക്കാരും 50% ആൾക്കാർ എന്താണ് ഈ പറയുന്ന അനീമിയ, അയൺ ഡെഫിഷ്യൻസി അനീമിയ ഉള്ളവരാണെന്ന് പറയുന്നത്. കുട്ടികളിലും പിന്നെ ചൈൽഡ് ബിയറിങ് ഏജ് ഗ്രൂപ്പുള്ള, അതായത് ടീനേജ് അഡൾട്ട്ഹുഡിൻ്റെയൊക്കെ ഒരു
18 to 27 എന്നൊക്കെ പറയില്ലേ, ചൈൽഡ് ബിയറിങ് ഏജ്, ആ ഒരു ഏജിലാണ് കൂടുതലായിട്ടും എന്ത് കാണുന്നത്, ഈ പറയുന്ന IDA കണ്ടുവരുന്നത്. പിന്നെ അതുപോലെ എന്താ ചൈൽഡ് ബിഹേവിയറിന് IDA ഒക്കെ വന്നു കഴിഞ്ഞാൽ കുട്ടികളാണ് വരുന്ന വെച്ചാൽ എന്താണ് ചൈൽഡ് ബിഹേവിയർ, അവരുടെ ആ ഒരു, അതായത് നമ്മൾക്ക് അനീമിയ ഉണ്ടെങ്കിൽ നമ്മുടെ സിംറ്റംസ് എന്തായിരിക്കും, ഇത് നല്ല എളുപ്പമുള്ള ഒരു ടോപ്പിക്കല്ലേ. നമ്മുടെ സിംറ്റംസ് എന്തായിരിക്കും, നല്ലപോലെ ക്ഷീണം ഉണ്ടാവും ഇല്ലേ, എപ്പോഴും ഉറക്കം വന്നുകൊണ്ടിരിക്കും, പിന്നെ മാത്രം എന്താണ് ഒന്നിലും ശ്രദ്ധ ഇല്ലാണ്ടിരിക്കുക, പഠിക്കാൻ പറ്റാണ്ടിരിക്കുക, മറവി ഉണ്ടാവും. അപ്പോൾ എന്താണ് ആ കുട്ടികളുടെ ബിഹേവിയറിനെ അത് എന്ത് ചെയ്യുന്നു, ഇഫക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ വർക്ക് പെർഫോമൻസുകൾ, അതായത് അവർ ചെയ്യുന്ന ഇപ്പോൾ അക്കാദമിക് ആയിട്ടുള്ള കാര്യങ്ങളായാലും എക്സ്ട്രാ കരിക്കുലർ ആയിട്ടുള്ള കാര്യങ്ങളായാലും ഒക്കെ ഇതിലും അവർക്കൊരു എന്താണ് അവേർഷൻ വായിലായിരുന്നു, അതായത് അതിനോടൊരു ഇൻട്രസ്റ്റ് ഇല്ലാണ്ടാവും. പിന്നെ അതുപോലെ തന്നെ ഇമ്മ്യൂണിറ്റിയിൽ ഒരു കുറവ് വരുന്നുണ്ടാവും. അങ്ങനെയുള്ളവർക്ക് അവർ പെട്ടെന്ന് ഇൻഫെക്ഷൻസിനൊക്കെ ഭയങ്കര പ്രോണായിരിക്കും, ഇമ്മ്യൂണിറ്റി വീക്കായിട്ടുള്ളവരായിരിക്കും. അനീമിയ ഉള്ളവർക്ക് എന്താണ് ഇമ്മ്യൂണിറ്റി വീക്കായിരിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ, പ്രോബ്ലംസ് ചെയ്യുന്ന, അതായത് എറ്റിയോളജി എന്ന് പറയുന്ന ഒരു സംഭവം, അതായത് ഇതിൻ്റെ ഇറ്റിയോളജി അല്ല, പ്രിവലൻസ് ആണ് പറയുന്നത്. വേൾഡിൽ എന്താണ് വേൾഡ് വൈഡ് പ്രോബ്ലമാണ്. ഒരു 2 out of 3 3 പ്രഗ്നൻറ്റ് വുമൺ എടുക്കുകയാണെങ്കിൽ അത് 2 പേർക്ക് എന്തുണ്ട്, അനീമിയ ഉണ്ടാവും എന്നാണ് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ ഹാഫ് ഓഫ് ഇത് 3% എടുക്കുകയാണെങ്കിൽ അല്ല 1/2% നോൺ പ്രഗ്നൻ്റ് ആയിട്ടുള്ളവർക്കും അനീമിയ ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ടെന്ന് പറയുന്നത്. 1/2 ആണ് അല്ലേ, 2-ൽ ഒരാൾ നോൺ പ്രഗ്നൻ്റ്, അതാണ് ഉദ്ദേശിക്കുന്നത്, 3ൻ്റെ കാര്യമല്ല പറയുന്നത്. ഇന്ത്യയിലെ കാര്യം പറയുകയാണെങ്കിൽ ഓവറോളിൽ 3 വയസ്സ് വരെയുള്ള അർബൻ ഏരിയാസിൽ വളരുന്ന കുട്ടികളിൽ 72.7% അനീമിയൻ്റെ പ്രിവലൻസ് കാണുന്നത്. റൂറൽ ഏരിയ ആണെങ്കിൽ 81.2, റൂറൽ ഏരിയയാണ് കുറച്ചുകൂടെ കൂടുതലായിട്ട് പ്രിവലൻസ് വരുന്നതെന്ന് പറയുന്നത്. പിന്നെ പഞ്ചാബിനെ എക്സെപ്റ്റ് ചെയ്ത് നോക്കുകയാണെങ്കിൽ ബാക്കി എല്ലായിടത്തും 50% ഓഫ് പ്രഗ്നൻറ്റ് വിമണ് അനീമിയയുടെ പ്രിവലൻസ് കാണിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. ഇത് കണ്ടോ, ഇത് ക്രൈറ്റീരിയ ഓഫ് HB, അതായത് WHO കട്ട് ഓഫ് ആണ്. ഇത്രയും പിന്നെ വിട്ട് കഴിഞ്ഞാൽ അത് അനീമിയ ആണെന്ന് പറയുന്നത്. അഡൾട്ട് മാനിന് എത്രയാണ്, 13 താഴെയുള്ളതൊക്കെ അനീമിക്കാണ്. അഡൾട്ട് വുമൺ നോൺ പ്രഗ്നൻറ്റിൽ 12 താഴെയുള്ളവരൊക്കെ അനീമിക്കാണ്. അഡൾട്ട് വുമൺ പ്രഗ്നൻറ്റിൽ 11, ചൈൽഡ് അബവ് 6 ഇയേഴ്സിന് 12 ആൻഡ് ചൈൽഡ് ബിലോ 6 ഇയേഴ്സ് 11. അതാണ് കട്ട് ഓഫ് ഫോർ അനീമിയ. HBൻ്റെ കട്ട് ഓഫ് അതാണ് പറയുന്നത്. അനീമിയ വരാനുള്ള, അല്ലെങ്കിൽ അതിന് താഴെയുള്ളവരൊക്കെ അനീമിയ ആണെന്ന് പറയുന്നത്. ഇനി സോഴ്സസ് ഓഫ് അയൺ, അതായത് നമ്മൾ അയൺ ഡെഫിഷ്യൻസി അനീമിയ ആണല്ലോ പറയുന്നത്. അപ്പോൾ നമുക്ക് അയൺ, ഇതിൻ്റെ സ്ലൈഡ് പ്ലേസ്മെൻറ്റ് വ്യത്യാസം, ഓക്കെ സോഴ്സസ് ഓഫ് അയണിൻ്റെ കാര്യം പറയാം. അല്ലതോടെ നിൽക്കട്ടെ, ഞാൻ മറ്റേത് പറഞ്ഞുതരാം. റിസ്ക് ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് പറയാം. അതായത് ഏതൊക്കെ ഗ്രൂപ്പുകളിലാണെങ്കിൽ, ഏജ് ഗ്രൂപ്പിലാണ്, ജെൻഡർ ഗ്രൂപ്പിലൊക്കെയാണ് റിസ്ക് ഫാക്ടേഴ്സ് നിൽക്കുന്നതെന്ന് പറയാം. ഡെമോഗ്രഫിക് ഫാക്ടേഴ്സിൽ റിസ്ക് ഫാക്ടേഴ്സ് എന്തൊക്കെയാണ് പറയുന്നത്, എൽഡർലി ആയിട്ടുള്ളവർ, ടീനേജേഴ്സ്, ഫീമെയിൽ, ഇമിഗ്രൻസ്, അബോർജിൻ, വിഡോവർ, ഇവരിലൊക്കെയാണ് എന്തെന്ന് വരുന്നത് ഡെമോഗ്രഫിക് ഫാക്ടേഴ്സിൽ ഹൈ റിസ്ക് ആണെന്ന് പറയുന്നത്. ഇനി ഡയറ്ററി ഫാക്ടേഴ്സിൽ എന്താ പറയുന്നത്, ലോ അയൺ ഇൻടേക്ക് ഉള്ളവർ, അയൺ ഇൻടേക്ക് കുറവായിട്ടുള്ളവർ, ഹീം അയണിൻ്റെ ഇൻടേക്ക് കുറയുന്നവർ, വൈറ്റമിൻ സി ഡെഫിഷ്യൻസി ഉള്ളവർ, ഫൈറ്റേറ്റ് കണ്ടൻറ്റ് അധികം കഴിക്കുന്നവർ, ടീ കോഫിയൊക്കെ നല്ലപോലെ കഴിക്കുന്ന ആൾക്കാരാണെങ്കിൽ, പിന്നെ ഫാറ്റ് ഡയറ്റുകൾ, ക്രാഷ് ഡയറ്റുകളൊക്കെ ചെയ്യില്ലേ, ഇത്ര ദിവസം കൊണ്ട് വണ്ണം കുറയ്ക്കാന്നൊക്കെ പറയുന്ന അങ്ങനെയുള്ള ഡയറ്റുകളൊക്കെ എടുക്കുന്നവർ, അവർക്കൊക്കെ അനീമിയ വരാനുള്ള ചാൻസസ് കൂടുതലാണെന്നാണ് പറയുന്നത്. പിന്നെ സോഷ്യൽ ആൻഡ് ഫിസിക്കൽ ഫാക്ടേഴ്സിൽ എന്തൊക്കെയാണ് പറയുന്നത്, പോവർട്ടി, ആൽക്കഹോൾ അബ്യൂസ്, GIT, ഗ്യാസ്ട്രോ ഇൻറ്റെസ്റ്റിനൽ ട്രാക്ട് ഡിസീസസ് ഉള്ളവർക്ക്, കാൻഡിൽ ബേണിങ്, പിന്നെന്താ പുവർ ഡിറ്റൻഷൻ ആൻഡ് ഡിപ്രഷൻ. കാൻഡിൽ ബേണിങ് എന്താ അവിടെ വന്നതെന്ന് എനിക്ക് ഓർമ്മയില്ല കേട്ടോ, ഞാൻ ജസ്റ്റ് അതൊന്ന് ചെക്ക് ചെയ്തിട്ട് പറയാം. അപ്പോൾ ഇതൊക്കെ എന്താണ് റിസ്ക് ഫാക്ടേഴ്സാണ്. ഇതൊക്കെ എന്താണ് അനീമിയയിലേക്ക് ലീഡ് ചെയ്യാമെന്ന് പറയുന്ന സംഭവങ്ങളാണ്. ഒരു കൈൻഡ് ഓഫ് കോഴ്സ് എന്ന് വേണമെങ്കിൽ പറയാം അതിന്. ഇതെല്ലാം കൂടെ വരുമ്പോൾ വെരി ഹൈ റിസ്ക്. ഇതിൽ ഏതെങ്കിലും ഓരോന്നോരോന്ന് നമ്മൾ ഇതെന്താ പറയുക, പൈ ഡയഗ്രത്തിൻ്റെ ഡയഗ്രമാറ്റിക് സ്കെച്ച് അതുമാത്രല്ല. അതായത് ഇതിൽ എന്താണ്, ഇതിലേതെങ്കിലും 2 കൂടുതലുണ്ടെങ്കിൽ അത് ഹൈ റിസ്ക് ആയിരിക്കും. എല്ലാം കൂടെ വരുവാണെങ്കിൽ അതെന്താണ്, എല്ലാത്തിലും പെടുന്ന ആൾക്കാരാണെങ്കിൽ അത് വെരി ഹൈ റിസ്ക് ആയിരിക്കും എന്നാണ് പറയുന്നത്.
ഇനി കോസസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എന്താണ് ഇൻഅഡിക്വേറ്റ് ഇൻടേക്ക് ഓഫ് അയൺ. അതാണ് മെയിൻ കോസ് എന്ന് പറയുന്നത്. ഇൻടേക്ക് കുറയാം. ഇൻടേക്ക് കുറയാന്ന് പറയുമ്പോൾ എന്താണ്, നീ കണ്ടില്ലേ, ഇൻഅഡിക്വേറ്റ് ഡയറ്റ് ആയിരിക്കാം, മാലബ്സോർപ്ഷൻ, അതായത് എന്തെങ്കിലും ഡിസീസുകളുണ്ടെങ്കിൽ, ക്രോൺസ് ഡിസീസ് ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ GI ട്രാക്റ്റിന് വരുന്ന അസുഖങ്ങളാണ്. സ്പ്രൂ അത് അങ്ങനെ, അതായത് അബ്സോർപ്ഷനോട് നമ്മുടെ എന്താ പറയുക, ഡൈജഷൻ സിസ്റ്റം ഇല്ലേ, ഡൈജസ്റ്റീവ് സിസ്റ്റത്തിന് വരുന്ന എന്തെങ്കിലും പ്രശ്നം കൊണ്ട് ഈ അയാളുടെ അബ്സോർപ്ഷൻ നടക്കാണ്ടിരിക്കാം. പിന്നെ മാത്രം എന്താണ് സർജറി, എന്തെങ്കിലും സർജറി ഒക്കെ നടന്നിട്ട് ഗ്യാസ്ട്രക്ടമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയുക, വണ്ണം കുറയ്ക്കാൻ വേണ്ടിയിട്ടൊക്കെ ചെയ്യില്ലേ, സ്റ്റൊമക്കിൻ്റെ ഒരു ഭാഗം കട്ട് ചെയ്ത് കളയുന്നു, പിന്നെ അതുപോലെ തന്നെ കുടലിൻ്റെ ഒരു ഭാഗം കട്ട് ചെയ്യുന്നു പറയുന്നു. വണ്ണം കുറയ്ക്കാൻ മാത്രമല്ല, പിന്നെ എന്തെങ്കിലും ക്യാൻസേഴ്സ് സംഭവം ഉണ്ടെങ്കിൽ അങ്ങനെ കട്ട് ചെയ്ത് കളയില്ല, അതിനാണ് ഗ്യാസ്ട്രക്ടമി എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ എന്താ പറയുക, അത്രയും ഭാഗത്തെ അബ്സോർപ്ഷൻ കുറഞ്ഞു പോയി ഇല്ലേ, അത്രയും ഭാഗത്തെ വില്ലൈസും പറയുന്ന എൻസൈംസൊക്കെ കുറഞ്ഞു പോയതുകൊണ്ട് തന്നെ അവിടെ അബ്സോർപ്ഷൻ കുറയുന്നു. അങ്ങനെയാണ് ഇതെന്ന് പറയുന്നത് ഇൻഅഡിക്വേറ്റ് ഇൻടേക്കിൻ്റെ കാര്യത്തിൽ പറയുന്നത്. പിന്നെ എന്താണ് ഡയറ്റ് പുവർ ഡയറ്റ് ആണെങ്കിൽ പോവർട്ടി, പിന്നെന്താ പറയുന്നത് ഇഗ്നോറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയണിൻ്റെ സോഴ്സസ് എന്തൊക്കെയാണെന്ന് അറിയണ്ടാവില്ല. പിന്നെ ഫോളേറ്റ് ആൻഡ് വൈറ്റമിൻ സി ഇൻടേക്കിൻ്റെയും കുറവുണ്ടെങ്കിൽ, ഈ ഫോളേറ്റും വൈറ്റമിൻ സിയും ഒക്കെ എന്താണ് അയണിൻ്റെ അബ്സോർപ്ഷന് ഹെൽപ്പ് ചെയ്യുന്ന ആൾക്കാരാണ്. ഓക്കെ. പിന്നെ അടുത്തൊരു പോയിന്റ് എന്ന് പറയുന്നത് എന്താണ് പുവർ അബ്സോർപ്ഷൻ ഓഫ് ബയോ അവൈലബിലിറ്റി ഓഫ് അയൺ. പുവർ അബ്സോർപ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, അതിനെ അബ്സോർബ് ചെയ്യുന്നത് കുറയുന്നു. ബയോ അവൈലബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ, അതായത് ഒരു ഫുഡിൽ ഇപ്പോൾ നമുക്ക് ഇത്രയും, ഇപ്പോൾ ഒരു കാര്യം പറയാൻ നിൽക്കും, ഇപ്പം എന്താ പറയുക, എള്ളൊക്കെ എടുക്കാൻ നിൽക്കും, എള്ളിൻ്റെ കാര്യം പറയുന്നത്. എള്ളിൽ ഇപ്പോൾ 10 gram ഓഫ് അയൺ ഉണ്ടെന്ന് വയ്ക്കുക. നമ്മൾ 100 gram ഓഫ് എള്ള് കഴിക്കുകയാണെങ്കിൽ നമുക്ക് 10 gram ഓഫ് അയൺ അതിൽ ഓൾറെഡി പ്രസൻ്റ് ആയിരിക്കും. എള്ളിൽ അത്രയും 10 gram ഓഫ് അയൺ പ്രസൻ്റ് ആയിരിക്കും. അപ്പോൾ നമ്മൾ ഈ എള്ള് കഴിച്ചിട്ട് അതിൽ നിന്ന് എത്ര gram ഓഫ് അയൺ അബ്സോർബ് ആവുന്നു, അതിനെയാണ് ബയോ അവൈലബിലിറ്റി എന്ന് പറയുന്നത്. മനസ്സിലായോ? അതായത് ആ ഫുഡിൽ പ്രസൻ്റ് ആയിട്ടുള്ള അയണിൻ്റെ എത്ര പെർസെൻറ്റേജാണ് നമ്മൾ അബ്സോർബ് ചെയ്യുന്നത്, നമ്മുടെ ബോഡിയിൽ അബ്സോർബ് ചെയ്യുന്നത്, അതിനാണ് ബയോ അവൈലബിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ചിലവർക്ക് ഈ ബയോ അവൈലബിലിറ്റിൻ്റെ കുറവുണ്ടായിരിക്കാം, അതായത് ചില ഫുഡിൻ്റെ കുഴപ്പമായിരിക്കാം, പിന്നെ അല്ലെങ്കിൽ നമ്മൾ എന്താ അതിൻ്റെ കൂടെ കഴിക്കുന്നത്, എന്താ പറയുക, കോമ്പിനേഷൻ ഫാക്ടേഴ്സ് ഉണ്ടല്ലോ, അത് കാരണമായിരിക്കാം, ആൻറ്റി ന്യൂട്രീഷൻ ഫാക്ടേഴ്സ് കാരണമായിരിക്കാം എന്ത് ഈ ബയോ അവൈലബിലിറ്റി കുറയുന്നതും പുവർ അബ്സോർപ്ഷൻ ഉണ്ടാകുന്നതും. പുവർ അബ്സോർപ്ഷൻ എന്താണ്, നോൺ ഹീം അയണിൽ നിന്നാണ് ഇത് വരുന്നത്. അത് നമ്മൾ ക്ലാസിഫിക്കേഷൻ പറയും നോൺ ഹീം അയണിൽ നിന്നാണ് പുവർ അബ്സോർപ്ഷൻ നടക്കുന്നത്. പിന്നെ കുറച്ച് ഇൻഹിബിറ്റേഴ്സ് ഉണ്ടാവും, അതാണ് ബയോ അവൈലബിലിറ്റീൻ്റെ കാര്യത്തിൽ പറഞ്ഞില്ലേ, കുറച്ച് ഇൻഹിബിറ്റേഴ്സ് ഉണ്ടാവുന്നത് എന്തൊക്കെയാണ്, ഫോസ്ഫേറ്റ്സ്, ഫൈറ്റേറ്റുകൾ, ഓക്സലേറ്റ്, ഫൈബർ, ടാനിൻ, കാൽഷ്യം, ഈ പറയുന്ന സാധനങ്ങളൊക്കെ എന്താണ് അയണിനെ അബ്സോർബ് ചെയ്യാൻ, അയണിൻ്റെ അബ്സോർപ്ഷനെ ഹിൻഡർ ചെയ്യുന്ന ആൻറ്റി ന്യൂട്രീഷണൽ ഫാക്ടേഴ്സാണ് ഇവരൊക്കെ. അങ്ങനെയാണ് പുവർ അബ്സോർപ്ഷൻ ആൻഡ് ബയോ അവൈലബിലിറ്റി ഓഫ് അയൺ എന്ന് പറയുന്ന കോഴ്സ് ഉണ്ടാകുന്നത്. പിന്നെ എന്താണ് എക്സസീവ് ലോസ് ഓഫ് അയൺ. എക്സസീവ് ലോസ് ഓഫ് അയൺ എന്ന് പറയുമ്പോൾ മെനിസ്ട്രേഷൻ വഴി എന്താ പറയുക 2 milligram per day ഒക്കെ എന്താണ് ഒരു മെനിസ്ട്രേഷൻ വഴി ബ്ലഡ് അയൺ ലോസ് ഉണ്ടാകുന്നുണ്ടെന്ന് പറയുന്നത്. പിന്നെ IUDs ഉണ്ടെങ്കിൽ ഇൻട്രായൂട്രൈൻ ഡിസീസ്, അതാണ് IUD എന്ന് പറയുന്നത്. പിന്നെ എന്താണ് ഇൻഡസ്ട്രിയൽ വേം ഇൻഫെസ്റ്റേഷൻ, എന്താ പറയുക, കൃമി എന്നല്ല പറയുക അതിന്, അങ്ങനെ ഉണ്ടാവില്ലേ, വേം ഇൻഫെസ്റ്റേഷൻ ഉണ്ടാവില്ലേ വയറ്റിൽ, അങ്ങനെ ഉണ്ടാകുമ്പോൾ അത്. പിന്നെ മറ്റേ മലേറിയ വരുമ്പോൾ, റിപ്പീറ്റഡ് ആയിട്ട് പ്രഗ്നൻസിയിൽ എന്താണ് ബ്ലഡ് ലോസ് ഉണ്ടാകുന്നുണ്ട്. അങ്ങനെയൊക്കെ ആവുമ്പോഴാണ് എക്സസീവ് ലോസ് ഓഫ് അയൺ വരുന്നത്. പിന്നെ ക്രോണിക് ബ്ലഡ് ലോസ് ഉണ്ടെങ്കിൽ, പിന്നെ അക്യൂട്ട് ബ്ലഡ് ലോസ്, അത് ബ്ലഡ് ലോസിൻ്റെ കാര്യം പറയുന്നത്. ബ്ലഡ് ഡൊണേഷൻ വരുമ്പോൾ പിന്നെ എന്താണ് പോളിസൈത്തീമിയ വേറ എന്ന് പറയുന്ന ഒരു എന്താ പറയുക ബ്ലഡ് ക്യാൻസറിനോട് റിലേറ്റഡ് ആയിട്ടുള്ള സംഭവമാണ്. അപ്പോൾ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ്സ് എടുക്കുമ്പോഴൊക്കെ വരുന്നുണ്ട്. പിന്നെ എന്താണ് ഇൻക്രീസ് ഡിമാൻഡ് ഓഫ് അയൺ, അതായത് ഇപ്പം പ്രഗ്നൻസി പീരീഡിലും ഗ്രോത്ത് പീരീഡിലൊക്കെ എന്താണ് അയണിൻ്റെ RDA വന്നിട്ട് കൂടുന്നുണ്ട്. അപ്പോൾ ഈ RDA കൂടുന്നതിന് മീറ്റ് ചെയ്യാൻ പറ്റാണ്ടായിക്കഴിഞ്ഞാൽ എന്തുണ്ടാവുന്നു, ഡെഫിഷ്യൻസി ഉണ്ടാവുന്നു. ഓക്കെ. പിന്നെ എറിത്രോപോയിറ്റിൻ തെറാപ്പിയൊക്കെ എടുക്കുന്നത്. എറിത്രോപോയിറ്റിൻ തെറാപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബ്ലഡ് സെൽസിനെ അങ്ങോട്ട് കുത്തിവെക്കും, ഇല്ലാത്ത അത്രയും ഡെഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു പ്രഗ്നൻസിയിൽ. പിന്നെ തന്നെ എന്താണ് കിഡ്നി ഡിസീസിലൊക്കെയാണ് എറിത്രോപോയിറ്റിൻ്റെ ഇഞ്ചക്ഷൻ, കിഡ്നി ഡിസീസിനാണ് തന്നെ, അപ്പോഴൊക്കെയാണ് എന്ത് എറിത്രോപോയിറ്റിൻ ഇഞ്ചക്ഷൻ എടുക്കുന്നത്. ഇത് ഇഞ്ചക്ട് ചെയ്ത് കൊടുക്കുക ബ്ലഡിൽ ഡയറക്റ്റായിട്ട്. അങ്ങനെയൊക്കെ ആകുമ്പോൾ അയണിൻ്റെ ഡിമാൻഡ് കൂടുന്നുണ്ട്. ഓക്കെ. അയ്യോ, ഇതൊക്കെ സിംറ്റംസ് ആണ് കേട്ടോ. ഓക്കെ, സിംറ്റംസ് എന്തൊക്കെയാണ് പറയുന്നത്, ഫാറ്റൊക്കെ ഉണ്ടാവുന്നു, ഹെഡ് ഏക്ക് ഉണ്ടാവുന്നു, പിന്നെ എന്താണ് യെല്ലോയിഷ് സ്കിൻ, പെയിൽ സ്കിൻ ആവുന്നു അല്ലേ. പിന്നെ ഹാർട്ട് ബീറ്റിൻ്റെ ഇറഗുലറിറ്റി കൂടുന്നു എന്നാണ് പറയുന്നത്. പിന്നെ ചെസ്റ്റ് പെയിൻ ഉണ്ടാവുന്നു,
കൈ എക്സ്ട്രീമിറ്റീസ് കൈയൊക്കെ ഭയങ്കരമായിട്ട് തണുത്തിരിക്കും അങ്ങനെയുള്ളവർക്ക്. പിന്നെ ഒരു ഗിഡ്നെസ് ഉണ്ടാവുന്നു, കാലിന് വേദന, ഉറക്കമില്ലാണ്ടാവുക, അതൊക്കെയാണ് ഒരു നോർമൽ സിംറ്റംസ് എന്ന് പറയുന്നത്, നമുക്കറിയാവുന്ന സിംറ്റംസ്. ഇനി നമ്മൾ ഓരോ പോർഷൻ വെച്ചെടുക്കുകയാണെങ്കിൽ ഐസിൻ്റെ അവിടെ നിന്നൊക്കെ യെല്ലോയിങ് ഉണ്ടാവുന്നു, അതായത് പെയിൽനെസ് ഉണ്ടാവുന്നു. പിന്നെ ഫാറ്റിക്, ഡിസ്നെസ്, ഫെയിൻറ്റിങ്, ഫെയിൻറ്റിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ തളർന്നു പോകാൻ പറയില്ലേ, അങ്ങനെ ഉണ്ടാവുന്നു. ബ്ലഡ് വെസൽസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എന്താണ്, BP കുറവായിരിക്കും, ഹാർട്ടിൽ പാൽപിറ്റേഷൻസ്, റാപ്പിഡ് ഹാർട്ട് റേറ്റ്, പിന്നെ ചെസ്റ്റ് പെയിൻ. ആൻജിനയും ചെസ്റ്റ് പെയിൻ തന്നെയാണ്, പക്ഷേ ഇഷീമിക് ചെസ്റ്റ് പെയിനാണ് ആൻജിന എന്ന് പറയുന്നത്. അതായത് ബ്ലഡ് ഹാർട്ടിലോട്ട് പ്രോപ്പറായിട്ടുള്ള എമൗണ്ട് ഓഫ് ബ്ലഡ് എത്തിയില്ലെങ്കിൽ ഉണ്ടാവുന്നതാണ് ആൻജിന എന്ന് പറയുന്നത്. ഹാർട്ട് അറ്റാക്ക്, പാൽപിറ്റേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബീറ്റ് കൂടുന്നതിനനുസരിച്ച് വരുന്ന സംഭവമാണത്. പിന്നെ സ്പ്ലീനിന് എന്തുണ്ടാവുന്നു, എൻലാർജ്മെൻറ്റ് ഉണ്ടാവുന്നു, സ്പ്ലീൻ എൻലാർജ്മെൻറ്റ് ഉണ്ടാവുന്നു. പിന്നെ സ്കിന്നിൻ്റെ കാര്യം പറയുമെങ്കിൽ എന്താ, പെയിൽനെസ്, കോൾഡ്നെസ്, യെല്ലോയിങ്, അതൊക്കെ നമുക്ക് അറിയാവുന്ന സിംറ്റംസാണ്. പിന്നെ റെസ്പിറേറ്ററിയിൽ എന്താണ്, ഷോർട്ട്നെസ് ഓഫ് ബ്രീത്ത്. കാരണം എന്താ, HBൻ്റെ ഒരു ഫംഗ്ഷൻ എന്തായിരുന്നു, ഓക്സിജന് ക്യാരിയിങ് ആയിട്ടുള്ള ആളായിരുന്നു. അപ്പോൾ ഓക്സിജൻ്റെ ഇത് കുറയുമ്പോൾ എന്തുണ്ടാവുന്നു, ബ്രീത്ത് ഷോർട്ട്നെസ് ഉണ്ടാവുന്നു. പിന്നെ മസ്കുലർ വീക്ക്നെസ്. പിന്നെ അതുപോലെ തന്നെ ഇൻഡസ്ട്രിയലായിട്ട് സ്റ്റൂളിൻ്റെ കളറ് എന്താണ് വ്യത്യാസം വന്നു. കാരണം എന്താ വെച്ചാൽ സ്റ്റെർക്കോബിലിൻ എന്ന് പറയുന്ന സാധനമാണ് എന്ത്, സ്റ്റൂളിന് കളർ കൊടുക്കുന്ന ആൾ. സ്റ്റെർക്കോബിലിൻ വന്നിട്ട് അയൺ, ഇപ്പോൾ RBC ഉണ്ടല്ലോ, RBC ഇതിൻ്റെ ആ ലൈഫ് സ്പാൻ കഴിഞ്ഞിട്ട് നശിച്ചു പോയില്ലേ, നശിച്ചു പോകുമ്പോൾ അതിലുള്ള HB കണ്ടൻറ്റിലെ ഹീം എന്തായി, ഫെറിറ്റിനായിട്ട് സ്റ്റോർ ചെയ്യും. പിന്നെ നമ്മളെന്താ പറഞ്ഞാൽ പോർഫൈറിൻ റിങ് ഉണ്ടെന്ന് പറഞ്ഞു. പിന്നെന്താണ്, ഗ്ലോബിൻ സംഭവങ്ങളുണ്ട്. അപ്പോൾ ഈ പോർഫൈറിൻ റിങ് അതൊക്കെയാണ് എന്തായിട്ട് ഈ സ്റ്റെർക്കോബിലിനും യൂറോബിലിനൊക്കെ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. സ്റ്റെർക്കോബിലിൻ വന്നിട്ട് സ്റ്റൂളിന് കളർ കൊടുക്കുന്ന ആൾ, അതായത് ഫീസസിന് വയറ്റിൽ നിന്ന് പോകുന്നതിന് ആ കളർ വരുന്ന സ്റ്റെർക്കോബിലിൻ കാരണമാണ്. മൂത്രത്തിന് കളർ കൊടുക്കുന്ന ആളാണ് യൂറോബിലിൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെയൊക്കെ RBC ഇല്ല, കുറയുകയാണല്ലോ, HB കണ്ടൻറ്റ് കുറയുന്നു. അങ്ങനെയാകുമ്പോൾ അവരുടെ കളർ പെയിലാവുന്നു. ഓക്കെ, അതാണ് സിംറ്റംസ് പറയുന്നത്. ഇനി അഡോളസൻസിൽ അനീമിയ ഉണ്ടാകുമ്പോൾ എന്തൊക്കെ പ്രശ്നങ്ങളാണ് വരുന്നതെന്ന് നോക്കിയാൽ എന്താണ്, ഒന്ന് റെഡ്യൂസ്ഡ് ഫിസിക്കൽ ഡെവലപ്മെൻറ്റ്, അവരുടെ ഡെവലപ്മെൻറ്റ് കുറയുന്നു, ഫിസിക്കലായിട്ടുള്ള ഗ്രോത്ത്. റെഡ്യൂസ്ഡ് ഫിസിക്കൽ ഡെവലപ്മെൻറ്റ് ഉണ്ടാവുന്നു. എന്താണ് ഫിസിക്കൽ ഗ്രോത്ത്, നിങ്ങൾ ഡെവലപ്മെൻറ്റ് അത് പഠിച്ചിട്ടുണ്ടാവില്ലേ, അതായത് ഇപ്പം ഹൈറ്റ്, വെയ്റ്റ്, പിന്നെ അതുപോലെ തന്നെ എന്താണ് പ്രൊപ്പോർഷനില്ലേ, ബോഡി പ്രൊപ്പോർഷൻ, അതിലൊക്കെ ചേഞ്ച് വരുന്നു. അങ്ങനെയാകുമ്പോൾ എന്താണ്, ഡിക്രീസ്ഡ് വർക്ക് ഔട്ട്പുട്ട് ഉണ്ടാകുന്നു. വർക്ക് ഔട്ട്പുട്ട് അതായത് അവർ കൊടുക്കുന്ന വർക്കിൻ്റെ ഒരു റിസൾട്ട് ഇല്ലേ, അത് വന്നിട്ട് കുറയുന്നു. പിന്നെ വർക്കിംഗ് കപ്പാസിറ്റിയും കുറയുന്നു. ഫിസിക്കൽ ഡെവലപ്മെൻറ്റ് കുറയുന്നതുകൊണ്ട് ഉണ്ടാകുന്ന പ്രശ്നമാണ് അതൊക്കെ. പിന്നെ വേറൊരു കാര്യം പറയുന്നത് എന്താണ്, കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ്. ഈ ഫിസിക്കൽ ഡെവലപ്മെൻറ്റ്, കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ് എന്നൊക്കെ പറയുന്നത് ഏരിയാസ് ഓഫ് ഡെവലപ്മെൻ്റ് ആണ്. അതായത് ഒരു ഹ്യൂമൻ്റെ ഡെവലപ്മെൻറ്റിന് 6 ഏരിയാസ് ഉണ്ട്. മോട്ടോർ സ്കിൽസ്, പിന്നെ അതുപോലെ തന്നെ എന്താണ് ഫിസിക്കൽ ഡെവലപ്മെൻറ്റ്, കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ്, പിന്നെ അതുപോലെ തന്നെ സോഷ്യൽ ഡെവലപ്മെൻറ്റ്, അങ്ങനെ പറഞ്ഞിട്ട് 6 ഏരിയാസ് വരുന്നുണ്ട്. അതിലൊന്നാണ് കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ്. കോഗ്നിറ്റീവ് എന്ന് പറയുമ്പം ഇൻ്റലക്ച്വൽ ആയിട്ടുള്ള സംഭവങ്ങളുണ്ടാവുമല്ലോ, പ്രോബ്ലം സോൾവിങ്, പിന്നെ അതുപോലെ തന്നെ ബ്രെയിൻ റിലേറ്റഡ് ആയിട്ടുള്ള ഡെവലപ്മെൻറ്റ്, അതിന് കുറവ് വരുന്നു. അപ്പോൾ എന്താണ് അവിടെ അതുകൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, ഡിമിനിഷ്ഡ് കോൺസെൻട്രേഷൻ, എന്താണ് കോൺസെൻട്രേഷന് കുറവ് വരുന്നു. ഓക്കെ, പിന്നെന്താണ് ഡിസ്റ്റർബൻസ് ഇൻ പെർസെപ്ഷൻ എന്താ, പെർസെപ്ഷൻ എന്ന് പറഞ്ഞത് അതായത് ഇപ്പോൾ നമ്മൾ ഒരു സംഭവത്തിനെ കുറിച്ച് ക്ലാസ് കേൾക്കണം. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് അനീമിയനെ കുറിച്ച് ക്ലാസ് എടുത്തതിനാണ്. അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾക്ക് എത്രത്തോളം ഉള്ളിലേക്ക് എടുക്കാൻ പറ്റുന്നുണ്ടോ അതിനെയാണ് പെർസെപ്ഷൻ എന്ന് പറയുന്നത്. അതായത് ആ സംഭവങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി നമ്മുടെ ഉള്ളിലേക്ക് വെക്കില്ല, അതിനാണ് പെർസെപ്ഷൻ എന്ന് പറയുന്നത്. പിന്നെ എന്താണ് പുവർ ലേണിംഗ് എബിലിറ്റി, അവരുടെ ലേണിംഗ് എബിലിറ്റി അല്ലെങ്കിൽ അക്കാദമിക് വർക്ക് എന്തിനു വരും, അത് ഡിമിനിഷ് ആവുന്നു. അതാണ് എന്തെന്ന് പറയുന്നത് കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ് റിഡക്ഷൻ വഴി ഉണ്ടാകുന്ന കാര്യം. പിന്നെ എന്താണ് ഇമ്പയർഡ് സെക്ഷൽ ആൻഡ് റീപ്രൊഡക്റ്റീവ് ഡെവലപ്മെൻറ്റ്, മെനിസ്ട്രേഷനിൽ ഇറഗുലാരിറ്റി വരുന്നു. മെനിസ്ട്രേഷൻ എന്തൊക്കെയാണെന്ന് അറിയുന്നതല്ലേ, എന്താണ് ഫെർട്ടിലൈസേഷൻ നടന്ന് ഈ സംഭവത്തിന് ഫീറ്റസിന് വന്നിട്ട് ആങ്കർ ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് ഫീറ്റസിന് വന്ന് ഇരിക്കാൻ വേണ്ടിയിട്ട് യൂട്രസിൻ്റെ വാൾസ് എന്താ പറയുക എൻഡോമെട്രിയം വന്നിട്ട് തിക്കാവുന്നു, ബ്ലഡ് വെസൽസ് കൊണ്ട് തിക്കാവുന്നു. അപ്പോൾ അത് ഇല്ലാണ്ടാവുമ്പോൾ ഫെർട്ടിലൈസേഷൻ നടക്കാണ്ടാവുമ്പോൾ ഓവം നശിച്ചു പോകുമ്പോൾ എന്താണ് ഈ തിക്കനായിട്ടുള്ള എൻഡോമെട്രിയം പൊട്ടിയിട്ട് ആ ബ്ലഡ് വെസൽസ് എന്താണ്
ഊസ് ഔട്ട് ചെയ്യുന്നതാണ് മെനുസ്ട്രേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ ബ്ലഡ് വെസൽസിന് വേണ്ട ബ്ലഡ് ഉണ്ടാവണില്ല അവിടെ. RBC കുറയുമ്പോൾ എന്താണ്, അല്ലെങ്കിൽ HB കണ്ടൻറ്റ് കുറയുമ്പോൾ ആ ബ്ലഡ് വോളിയം കുറയുന്നു. അങ്ങനെയാകുമ്പോൾ എന്താണ്, ഇറഗുലർ മെനുസ്ട്രേഷൻ ഉണ്ടാവുന്നുണ്ട്. പിന്നെ പറയുന്നത് എന്താണ്, ലോ പ്രഗ്നൻസി അയൺ സ്റ്റോഴ്സ്. നമ്മളെന്താ പറഞ്ഞാൽ, പ്രഗ്നൻസി ക്ലാസ് കഴിഞ്ഞപ്പോൾ നമ്മൾ എന്ത് പറഞ്ഞു, അമ്മയ്ക്ക് അയേണ്ട ആവശ്യമുണ്ട്. കാരണം എന്താണ്, ബ്ലഡ് വോളിയം കൂടുന്നുണ്ട്, ടിഷ്യൂ എൻലാർജ്മെൻറ്റ് ഉണ്ടാവുന്നുണ്ട്. പിന്നെ എന്താ പറഞ്ഞത്, ഡെലിവറീൻ്റെ സമയത്ത് ഉണ്ടാകുന്ന ലോസുകളെ കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ അയൺ കണ്ടൻറ്റ് വേണമെന്ന് പറഞ്ഞിരുന്നു. പിന്നെ എന്താ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, ഫീറ്റൽ സ്റ്റോറേജിന് വേണ്ടിയിട്ട്, അതായത് 6 മാസം വരെ ബ്രസ്റ്റ് ഫീഡ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ സമയത്ത് ബ്രസ്റ്റ് ഫീഡിൽ നിന്ന് അയൺ കണ്ടൻറ്റ് കുറവായതുകൊണ്ട് തന്നെ കുട്ടി ജനിക്കുന്ന സമയത്ത് ലിവറിൽ എത്രയും ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ 18 to 22 മില്ലിഗ്രാം വരെ എന്തുണ്ട്, അയൺ കണ്ടൻറ്റ് വന്നിട്ടാണ് എന്ത് കുട്ടി പുറത്തോട്ട് വരുന്ന സ്റ്റോറേജിന് വേണ്ടിയിട്ട്. അപ്പോൾ അതില്ലാണ്ടാവും. പിന്നെ LBW, അതായത് ലോ ബർത്ത് വെയ്റ്റ് ബേബീസ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. പിന്നെ അതുപോലെ തന്നെ പ്രീ ടേം ഡെലിവറി ഉണ്ടാവുക, അതായത് ഈ 9 months എന്ന് പറയുന്ന ടേം കംപ്ലീറ്റ് ചെയ്യാണ്ട് അതിന് മുന്നേ ബേബീസ് അല്ലെങ്കിൽ ഡെലിവറി നടക്കുക. പിന്നെ മറ്റോണൽ അനീമിയൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, അതായത് പ്രഗ്നൻസി പീരീഡിൽ അനീമിയ ഉണ്ടാവുകയാണെങ്കിൽ, നമ്മൾ കഴിഞ്ഞ ഇതിൽ പഠിച്ചതാണ് എന്താണ്, മോർട്ടാലിറ്റി ഉണ്ടാവുന്നു, ലോ ബർത്ത് വെയ്റ്റ്, പ്രീ ടേം ഉണ്ടാവുന്നു, കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ് കുറയുന്നു. അതായത് ഈ അനീമിക് ആയിട്ടുള്ള അമ്മമാരുടെ കുട്ടികൾ എന്താ വെച്ചാൽ അവർക്ക് അക്കാദമിക് സ്കിൽസ് കുറവായിരിക്കും, അവരുടെ കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ് കുറവായിരിക്കും എന്നാണ് പറയുന്നത്. പിന്നെ അതുപോലെ വർക്ക് പ്രൊഡക്ടിവിറ്റി കുറയുന്നു കുട്ടികളിലും അമ്മമാരിലും. പിന്നെ കോസസ് ഈ പറഞ്ഞ പോലെ നമ്മൾ പറഞ്ഞതാണ്, ഡയറ്ററി ഇൻടേക്ക് കുറയുന്നു, അബ്സോർപ്ഷൻ കുറയുന്നു, മലേറിയ, പിന്നെ വേം ഇൻഫെസ്റ്റേഷൻ ഉണ്ടെങ്കിൽ, ഫെർട്ടിലിറ്റീൻ്റെ ഇത് കൂടുതലുണ്ടെങ്കിൽ, പിന്നെ മാത്രം എന്താണ്, മൈക്രോന്യൂട്രിയൻ ഡെഫിഷ്യൻസീസ്, വൈറ്റമിൻ സി, അങ്ങനെ അയണിനോട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഫോളേറ്റ് അങ്ങനെയല്ലേ, അതിനൊക്കെ ഡെഫിഷ്യൻസീസ് വരുമ്പോൾ, ഡയറി ഉണ്ടെങ്കിൽ, എയ്ഡ്സ് അല്ലെങ്കിൽ അതർ ഇൻഫെക്ഷൻസ് ഉണ്ടെങ്കിലൊക്കെ എന്താണ്, മറ്റൊന്ന് അനീമിയ വരാനുള്ള കാരണം അതൊക്കെയാണെന്ന് പറയുന്നത്. ഇത്രയും പറഞ്ഞാൽ മനസ്സിലായില്ലേ?